അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് സാധാരണ ചട്ടിയിൽ ഒരു ഹോൾ ഗ്രിൽ ചിക്കനാണ്. ചിക്കൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇവിടെ കാർവ് ചെയ്തിട്ടുണ്ട്, കരന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടാം. മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ വേണം. കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിന് മസാല നല്ലപോലെ കീറി വെച്ച ഭാഗത്തൊക്കെ നല്ലപോലെ പുരട്ടി കൊടുക്കുക. എല്ലായിടത്തും നല്ലപോലെ ആവണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ പുരട്ടി കൊടുക്കുക. എല്ലായിടത്തും നല്ലപോലെ മസാല പുരട്ടി കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലായിടത്തും നല്ലപോലെ ആയിട്ടുണ്ട്. ഇത് 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം ചിക്കൻ ആക്കാം. മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇത് ഈ 2 കാലും വേറെ വേറെ ആയിപ്പോന്നായിട്ട് ഒരു പിന്നെടുത്തിട്ട് കുത്തുന്നുണ്ട്. വേറെ പറ്റി യോജിപ്പിക്കാം. ഞാനിത് ഉണ്ടാക്കുന്നത് ഗ്രില്ലിലോ അല്ല പിന്നെ ഓവണിലോ ഒന്നും അല്ല. ഞാനൊരു പാത്രം എടുത്തിട്ടാണ്, അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അത് ഞാൻ ഒരു 10 മിനിറ്റ് മുന്നേ ഓണാക്കി വെച്ചിട്ടുണ്ട്, പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലത്തെ ഒരു അലൂമിനിയം പാത്രം അല്ലെങ്കിൽ ഒരു ഗ്രില്ല് എന്തെങ്കിലും എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ കമിച്ച് വെച്ച് ഇതിലൊരു ഇതും കൂടി വെക്കുക. ഇതിൻ്റെ ചിക്കൻ എടുത്തിട്ട് ഓയിൽ പറ്റി കൊടുക്കുക. 2 ഭാഗം ഓയിൽ പറ്റി കൊടുക്കണം എല്ലാ സ്ഥലത്തും. ചിക്കൻ എടുത്ത് വെക്കുമ്പോൾ പാത്രത്തിൽ വെക്കുമ്പോൾ ഈ ചെസ്റ്റ് ഭാഗമായിരിക്കണം ഇങ്ങനെ കമിഴ്ത്തി വെക്കുന്നത്. ഇതുപോലെ കമിഴ്ത്തി വെക്കുക. ഒരു മൂടി എടുത്തിട്ട് അതുപോലെ അടച്ചു വെക്കണം. ഫുൾ എയർ ടൈറ്റ് ആയിരിക്കണം. നല്ല കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇതിൽ വെക്കുക. അത് താഴേക്ക് താകാൻ പറ്റില്ല, അടിയിൽ നിന്ന് തീ പിടിക്കും. അവിടെ ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കണം. ഇതുപോലെ മടക്കി വെച്ച് ഒരു 45 മിനിറ്റ് വെക്കുക. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ വരട്ടി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഓയിൽ വരട്ടി കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുക. ആയിട്ടുണ്ട്. കുറച്ചൊരു 10 മിനിറ്റും കൂടി വെക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ചട്ടിയിലെ ഈ കച്ചറയൊക്കെ പെട്ടെന്ന് ക്ലീനാക്കാൻ പറ്റും. അതുകൊണ്ട് അതാരും വിഷമിക്കണ്ട. ഇതിൽ സുർക്കയും കുറച്ച് വെള്ളവും കുറച്ച് അപ്പക്കാരും ഇട്ട് വെച്ചാൽ മതി. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളിയാണ്. താങ്ക് യു.